ഹലോ അസ്സലാമു അലൈക്കും. നമുക്ക് 8ാം ക്ലാസ് അറബി പരീക്ഷയിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഏതെങ്കിലും കവിതയുടെ ലൈനുകൾ തരും, അല്ലെങ്കിൽ കവിതയുടെ മീനിങ് തരും. ഇനി ഇവിടെ കവിതയുടെ മീനിങ് ആണ് കവിതൻ്റെ ലൈനാണ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു 3 ലൈന് ഏതൊക്കെയോ വരിയുടെ മീനിങ്ങുകൾ തരും, അല്ലെങ്കിൽ 3 സെൻറ്റൻസുകൾ തരും. നമ്മോട് ചോദിക്കുന്നതാണ്, ഈ കൊടുത്തിട്ടുള്ള കവിതയുടെ ഈ ലൈനിൻ്റെ അർത്ഥം, മീനിങ് ഇതിലേത് ലൈനാണെന്ന് കണ്ടെത്താൻ വേണ്ടി ചോദിക്കും. നമ്മൾ ക്ലാസ്സിലൊക്കെ നന്നായി പഠിച്ച് മീനിങ് ഒക്കെ അറിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നന്നായി വായിച്ചു നോക്കി ഇതിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ മീനിങ് ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടെത്താം. ഇനി ചില കുട്ടികൾക്ക് എന്തിനു കഴിയില്ല, ഈ മീനിങ് ഒന്നും അറിയാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് അത് ഈസി ആയിട്ട് എങ്ങനെ കണ്ടെത്താമെന്നുള്ള ട്രിക്കാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഈ കവിതൻ്റെ ലൈന് നന്നായിട്ട് വായിച്ചു നോക്കാം. വായിച്ചു നോക്കാം, മീനിങ് നമുക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. വായിച്ചു നോക്കുക മാത്രമല്ല, നമ്മൾ ശരിക്കും ഒബ്സർവ് ചെയ്യണം. ഇതിൽ വാക്കുകൾ ഏതൊക്കെയാണ് ഒബ്സർവ് ചെയ്യുക. എന്തിനാണെന്ന് അറിയാം, എന്നിട്ട് ഈ കവിതയിൽ വരുന്ന വാക്കുകൾ, വേർഡ്സ് ഇതിൽ ഏത് ലൈനിലാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നോക്കാം. നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ പിന്നെ അഷ്ജാർ എന്നുള്ള വാക്ക് ഇതിലും വരുന്നുണ്ട് അല്ലേ. പിന്നെയോ അൻസാം എന്നുള്ള വാക്ക് ഇതിലും വരുന്നുണ്ട്. അപ്പോൾ ഇതിലെ വാക്കുകൾ ഈ ലൈനിലാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. സോ ഇതാണ് ഈ വരിയുടെ മീനിങ് ആയിട്ട് വരിക. ഓക്കെ, ഇതിൽ 90% എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരിക. ഇനി നെജ്ലിസു എന്നുള്ളത് നമ്മളെ അതിൻ്റെ അതേ ഇരിക്കുക എന്നുള്ള അർത്ഥം തന്നെ ഈ വാക്കിനും വരുന്നത് അല്ലേ. അതേപോലെ ലിലാൽ, ഈ വാക്ക് ലിലാൽ ഇതിൽ വരുന്നുണ്ട്, അവിടെ ലില്ല് വരുന്നുണ്ട്, സെയിം വേർഡാണ്. ഓക്കെ, അപ്പോൾ ഏറെക്കുറെ ഇത്രയും മാച്ച് ഈ 2 വരികളായതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, ഇതിൻ്റെ ആൻസർ ഈ ലൈനായിരിക്കും. ഇങ്ങനെ വളരെ ഈസി, നല്ല ഒബ്സർവ് ചെയ്തിട്ട് ഒരു വട്ടം വായിച്ചിട്ട് മനസ്സിലാവുന്നത്, 2ാമത്തെ വട്ടം വായിക്കുക, 3 അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിച്ചിട്ട് ഈ സിമിലാരിറ്റി, ഈ സാമ്യത നമ്മൾ എന്ത് ചെയ്യുക, കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ മീനിങ് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ കവിതൻ്റെ ലൈനിൻ്റെ മീനിങ് അറിയില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കണ്ടെത്താം. ഈ രീതിയിൽ ആ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.